സാറിന് 2 ബ്രദേഴ്സ് ഉണ്ടല്ലേ? ഒരാള് രവിശങ്കർ, ഡെക്കാൻ ട്രിബ്യൂണൽ ഫ്രീലാൻസ് റിപ്പോർട്ടർ. ഇവിടുത്തെ സകല പത്രക്കാരും കൊത്തിയെടുക്കാൻ കൊതിക്കുന്ന മിടുമെടുക്കാൻ പത്രലേഖകൻ, ഡേ ഡെവിൾ. Am I right? ആളിപ്പോ ഡൽഹിയിൽ IPS ഇന്റർവ്യൂവിന് പോയിരിക്കുന്നു. സെലക്ഷൻ കിട്ടുമെന്ന് ഉറപ്പ് അല്ലേ? കുട്ടി എങ്ങനെ അറിയൂ ഇതൊക്കെ? പറഞ്ഞു കേട്ടിരിക്കുന്നെന്ന് വെച്ചോളൂ. രണ്ടാമത്തെ ബ്രദർ ഹരിശങ്കർ, അയാളെ ഞാൻ നേരിട്ട് അറിയും. ആളൊരു അസൽ തെമ്മാടി, തല്ലിപ്പൊളി. സെന്റ് ജോസഫ് കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ. കുട്ടിക്ക് ഹരി എങ്ങനെയാ പരിചയം? അത് സസ്പെൻസ്. ഇനി എന്തെങ്കിലും ഒരു ലിഫ്റ്റ് തരുമ്പോ പറഞ്ഞു തരാം എങ്ങനെയാ പരിചയമെന്ന്. സാർ ഒന്ന് നിർത്തിക്കേ പ്ലീസ് പ്ലീസ്. താങ്ക് യു, ബൈ. അല്ല, കുട്ടിയെ കോളേജിന് മുമ്പിൽ വിടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ റൂട്ട് മാറ്റിയെന്ന്. ബൈ. ഇപ്പോഴത്തെ പെൺപിള്ളേര്. ഹായ്. എന്തു പറ്റി? ഹരിയാകെ വരണ്ടല്ലോ. നീ എങ്ങനെ ഏട്ടന്റെ ജീപ്പിൽ കയറിയത്? ഡാഡിയുടെ ഓഫീസിൽ വെച്ച് കണ്ടു, മുട്ടി, ലിഫ്റ്റ് ചോദിച്ചു, തന്നു. അത്ര തന്നെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് താൻ എന്റെ ബോയ് ഫ്രണ്ട് ആണ്, ആളൊരു തെമ്മാടിയാണ് എന്നൊക്കെ. എന്റെ അമ്മയെ തൊലച്ചു. എന്നിട്ട് സ്വന്തം മാങ്ങാ തൊലി. എടി എടി വാരസ്യാറേ, അമ്പലവാസി പെണ്ണെ, നിന്റെ പുറകെ ഇന്നു മുഴുവൻ വാലാട്ടി നടക്കാനേ ഈ ഹരിശങ്കറിനെ കിട്ടില്ല. പോയി വേറെ ആളെ നോക്ക്. മണിക്കൂർ ഒന്നായി ബാക്കിയുള്ളവനോട് വായും പൊളിച്ച് നിൽക്കുന്നു. ഹരി പ്ലീസ്. എവിടെയായിരുന്നു ഇതുവരെ? വല്യേട്ടൻ ഉറങ്ങിയോ? എപ്പോഴേ. പിന്നെ കുഞ്ഞേട്ടാ, ആ വാരീസിയാർ ആള് കേമി തന്നെ. എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത വല്യേട്ടനോട്? അയ്യോ, എന്നിട്ട് വല്യേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, രവിയേട്ടൻ ഡൽഹിന്ന് വന്നാലുടനെ കുഞ്ഞേട്ടന്റെയും വാരീസിയാരുടെയും കല്യാണം നടത്തി തരാൻ പോണെന്നോ, കമ്മീഷണറോട് 5 ലക്ഷം സ്ത്രീധനം ചോദിക്കാൻ പോണെന്നോ ഒക്കെ പറയുന്ന കേട്ടു ഏടത്തിയോട്. പെണ്ണേ, കളിക്കരുത്, വയറ്റിൽ തീയായോടെ. ഇത്രയൊക്കെ മഴ നടന്ന് നടന്നിട്ടും നിന്റെ തീ കെട്ടില്ലേ മോനെ ഹരിശങ്കര? ഏട്ടാ, ഇന്നാ തല തോർത്ത്. ഈയിടെ ഇത്തിരി കൂടുന്നുണ്ട് നിന്റെ ചുറ്റി സഞ്ചാരം. സൂക്ഷിച്ചു മതി ശകാരം. ഇനി ഇതിന്റെ പേരിൽ ഇവനെങ്ങാനും ചെന്ന് കമ്മീഷണർ സാറോട് പരാതി പറഞ്ഞാൽ അങ്ങേർക്ക് തള്ളാൻ പറ്റില്ല. എനിക്ക് സസ്പെൻഷനൊക്കെ വീട്ടിൽ വരും. എവിടെയായിരുന്നാ ഈ പാതിരാവരെ? ഏട്ടാ, ഞാൻ കമ്പൈൻഡ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ആ കുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്നല്ലേ സുധ പറഞ്ഞത്? ഇനി മുതൽ എന്റെ കുഞ്ഞിങ്ങനെ വെയിലും മഴയും കൊണ്ട് അലഞ്ഞു നടന്ന് പഠിക്കണ്ട കേട്ടോ. നീ കുറച്ച് രാസാജ് പൊടിയെടുത്ത് ഇവനെ നിറകേലിട്ടൊന്ന് തിരുമ്മിക്കൊടു, പനി പിടിക്കാതിരിക്കട്ടെ. ഇന്ന് മിക്കവാറും രാപ്പനി വരും കുഞ്ഞേട്ടന്. നിന്നെ ഇന്ന് ഞാൻ The cargo has come in this morning, sir. Yes. I'll send the data concern to the head office. Right away, sir. I'll call you back, sir. Yes. ഗൗഡനെ കാണാനാണ്. മൂസ from ബേപ്പൂർ. Sorry, sir. You have no appointment. ഉമ്മാന്റെ അപ്പോയിന്റ്മെന്റ്. എടി പെണ്ണെ, ഈ കുന്തമെടുത്ത് വിളിച്ചു പറയ്, ഗൗഡനെ കാണാൻ ബേപ്പൂരിന്ന് മൂസാക്കുട്ടി വന്നിരിക്കുന്നു. മുഴിച്ചു നോക്കാതെ വിളിച്ചു പറയുന്നേ. ഗൗഡയല്ല, അവന്റെ ബാപ്പ സമ്മതിക്കും. മൂസാക്ക, ശേവറെ, എവിടെടാ എന്റെ ബോസ്? നമ്മളെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാ? ഒരു മിനിറ്റ് വരൂ. മൂസാക്ക, ദേവി നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കരുത്. പോടാ. എവിടെടാ ഗൗഡ? മൂസാക്ക, ഇപ്പൊ കാണാൻ പറ്റില്ല, ബോസ് വീട്ടിലാണ്. വിടടാ. കാണണ വേണ്ടെന്ന് മൂസായി ചെയ്യിക്കും.
நல்லா இருக்கு. എത്ര ലോഡ് ചോദിക്കുന്നുണ്ട് തൃശ്ശൂർ പാർട്ടി? 50 ലോഡ്. 10 ലോഡ് ആദ്യം. ഡീലിങ്സ് കറക്റ്റ് ആണെന്ന് അമ്മീതി. അല്ല, അവര് 50 ലോഡിന് അഡ്വാൻസ് ക്യാഷും കൊണ്ട് അവരുടെ ആള് വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്നാടാ കമ്മീഷൻ വെട്ടിട്ടീங்களா? ഏയ് அப்பா வாடா 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 மோனே வாடா. இன்னைக்கு அவனது பிறந்த நாள், பர்த்டே. ஏண்டா மோனே, சோறு ரெடியா? ரெடி. வா வாடா. ആ ചൊല്ലടാ മോനെ. ആ ആ ആ ആ ഇറങ്ങി വരാൻ. ഇറങ്ങി വരികടാ. ഈ നമ്മളെ തൈഞ്ഞല്ലേ? ഈ എന്നെ തൈഞ്ഞിട്ട് തൃശ്ശൂരുകാരി ഏട്ടന്മാർക്ക് സ്പിരിറ്റ് കൊടുക്കാൻ പോണു അല്ലേടാ? നമുക്ക് ഇതാ മൂസക്ക, ഇത് വീട്, ബിസിനസ് ഓഫീസിലെ. ഇവിടെ വേണ്ട. അന്റെ ഒരു ആഫീസ്. ഗൗഡേ, ഈ എനിക്ക് സ്പിരിറ്റ് തരണം. ഒരു 50 ലോഡ്. മുസക്ക, ചെക്ക് പോസ്റ്റിൽ പിടിച്ചുപോയി എക്സ്ക്യൂസ് പറഞ്ഞ കണക്കില് ലക്ഷങ്ങൾ ഇങ്ങോട്ട് വരാനുണ്ട്. ആദ്യം അത് ഇരട്ടെ, എന്നിട്ട് മതി ബാക്കി ഇടപാട്. അന്റെ ഈ ബോസിന് 2 ഓട്ടമുക്കൽ ഒരുമിച്ച് കണ്ടാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന കാലത്ത് 1000 രൂപ നോട്ടിന്റെ പെരുന്നാൾ കണ്ടവനാ ഈ മൂസ. എന്റെ ഒരു ലക്ഷം ഒരു പോളായി മാറേ. എടാ കിസ്ന, എടാ ഈ ലക്ഷം എന്നൊക്കെ കേട്ടാല് മൂസ കിടുങ്ങത്തില്ല. പച്ചക്കിത ഇവൻ കിടുങ്ങും. കിടുങ്ങിയിട്ടുണ്ട്. അന്നിവന്റെ ഇത്രയും മുയിപ്പുള്ള സൂര്യദേവരാജ ഗൗഡിയൊന്നും അല്ല. എന്റെ ലോറിയിലെ വെറും കിളിയാണ്, കിളി. വെറും ദേവരായൻ. അന്നെന്റെ ബെൽറ്റെ തിരികെ 100ന്റെ നോട്ട് കണ്ടിട്ട് ഇവന് കുളിരും പനിയും വന്നിട്ടുണ്ട് ഇല്ലടാ. അന്റെ പുച്ഛമുണ്ടല്ല, അത് മൂസോട് വേണ്ട. അതങ്ങ് കുഞ്ഞബ്ദുലിന്റെ അവിടെ വെച്ചാ മതി. കുട്ടു, വാളയാർച്ചുരത്തിൽ ക്ലിയറിംഗും കാത്ത് കിടക്കുമ്പോ ഇന്ന് മൂസാന്റെ കൈ പണം ഉണ്ടായിരുന്നെങ്കിൽ ഈ ബാസന്തിനെ ഇല്ലടാ. അടാ നായേ, അന്റെ ഒറ്റ വണ്ടി പോലും ചൊരവിറങ്ങി കേരളത്തിൽ കേറൂലടാ. ഈ മൂസ കേറ്റൂല. അയാൾ അമ്മയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? എന്തിനാ അയാൾ ഇങ്ങനെ അടിക്കുന്നത്?